ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലാറ്റസ്റ്റ് മോഡൽ വീനെക്കാണ് കേട്ടോ. അപ്പം വളരെ എളുപ്പം ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചുരിദാർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതേപോലെ വെച്ചു. ഇനി നമുക്ക് നെക്കിന് ആവശ്യമായിട്ടുള്ള വിഡ്ത്ത് അടയാളപ്പെടുത്തുക, അതേപോലെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ നെക്കിന് വേണ്ടി 3.25 ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നത്. അതേപോലെ ലെങ്ത്ത് 8 ഇഞ്ചിലും അടയാളപ്പെടുത്തി. ഇനി ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇതേപോലെ 1/2 ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തി വിഡ്ത്ത് അടയാളപ്പെടുത്താം. കണ്ടല്ലോ. ഇനി നമ്മൾ 3.25 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വിഡ്ത്തിൽ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ആ ലൈനിലൂടെ വീനക്ക് കട്ട് ചെയ്യും. കണ്ടല്ലോ, ഇതുപോലെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പാർട്ട് വെട്ടേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ഒരു 1/2 ഇഞ്ച് ഒന്ന് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. അതിനു വേണ്ടി ഫ്രണ്ട് പാർട്ട് എത്രയാണോ വിഡ്ത്തെടുത്തത് അതേ അളവിൽ തന്നെ വിഡ്ത്തെടുത്ത് ഇതേപോലെ 1/2 ഇഞ്ചിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3.25 ഇഞ്ച് വിഡ്ത്ത് അടയാളപ്പെടുത്തി ഇതേപോലെ 1/2 ഇഞ്ചിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു ബാക്ക് പാർട്ട്. ഇനി നമുക്ക് വീനെക്കിന് അറ്റാച്ച് ചെയ്യാനുള്ള ബാൻഡിന് വേണ്ടി ഒന്ന് അളവ് നോക്കാം. അപ്പോൾ ഇതുപോലെ ടേപ്പ് പിടിച്ച് ഒന്ന് ഇതേപോലെ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഒന്ന് മടക്കി താഴേക്ക് എത്രയാണ് ലെങ്ത്ത് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ ലെങ്ത്ത് 13 അപ്പം അതിലേക്ക് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ആഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ പകുതി അളവല്ല എടുത്തത്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 30 ഇഞ്ച് ലെങ്ത്താണ് ഈ ബാൻഡ് വേണ്ടത്. അതേപോലെ വിഡ്ത്ത് 3 ഇഞ്ചും എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ. ഇനി ഈ ഒരു ബാൻഡ് 2 ഫോൾഡ് ചെയ്ത് മടക്കാം. അപ്പം നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിക്ക് ഫോൾഡ് ചെയ്ത് മടക്കുക. കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ എഡ്ജൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ബാൻഡിൻ്റെ വിഡ്ത്ത് ലെങ്ത്ത് 30 കേട്ടോ. ഇനി ഇതിൻ്റെ എഡ്ജൊന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തഡാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിതിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നല്ല ഭാഗവും ചേർത്ത് വെച്ച് സാധാരണ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 ഭാഗവും ഷോൾഡർ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് 1/2 ഇഞ്ച് താഴെ നമ്മൾ വീനെക്കിൻ്റെ താഴെ 1/2 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് അതിൻ്റെ കോണ് വന്നിട്ടുള്ള ഭാഗത്ത് 1/2 ഇഞ്ച് ഒന്ന് ഒരു കട്ട് കൊടുക്കുക, ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ചെറിയ കട്ട് കൊടുക്കുക. നല്ല ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അധികം ആവരുത് കേട്ടോ, ഈ ഒരു അളവിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ബാൻഡ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അതിന് വേണ്ടി ടോപ്പ് ഇതേപോലെ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ ബാൻഡ് എടുത്ത് അതിൻ്റെ നമ്മൾ ആ എഡ്ജ് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം കണ്ടല്ലോ, നമ്മൾ ആ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തില്ലേ, ആ ഒരു കട്ടിങ്ങിൻ്റെ മൂലയിൽ നിന്നും 1/2 ഇഞ്ച് കണ്ടല്ലോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ചിൽ ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് പോവുക.
കണ്ടല്ലോ, ഇതേപോലെ 1/2 ഇഞ്ച് വിടുത്തിൽ ആ ഒരു ബാൻഡ് അറ്റാച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഷോൾഡറിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഇതേപോലെ അയച്ച് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ, വലിച്ച് പിടിക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വീനക്കിൻ്റെ ഏറ്റവും താഴെ വരെ ആ ഒരു കട്ടിങ് കൊടുത്ത ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു നെക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. കണ്ടല്ലോ, ഏറ്റവും താഴെ ആ ഒരു കട്ടിങ് കൊടുത്ത ഭാഗത്ത് നിർത്തുക. അപ്പോൾ നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ചെറിയൊരു എല്ലാ ഭാഗത്തും ചെറിയ കട്ട് കൊടുക്കുക. ആ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് പ്രസ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ പ്രസ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത എഡ്ജ് ടോപ്പിലേക്ക് വരുന്ന രീതിക്ക് വേണം പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ ആ എഡ്ജ് ടോപ്പിലേക്ക് വരുന്ന രീതിക്ക് വേണം പ്രസ്റ്റിച്ച് കൊടുക്കാൻ. കണ്ടല്ലോ, ഇതേപോലെ പ്രസ്റ്റിച്ച് കൊടുക്കുക. ടോപ്പിലേക്ക് വരുന്ന രീതിക്ക് എഡ്ജ് പതിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഏറ്റവും താഴെ നമ്മൾ വീനക്കിൻ്റെ ഭാഗത്തുള്ള ഭാഗം ക്ലിയറാക്കി കറക്റ്റാക്കി ഒന്ന് പിടിച്ച് ഒരു പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ടോപ്പിൻ്റെ എഡ്ജ് ഒന്ന് മടക്കി, കണ്ടല്ലോ, ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി പ്രസ്റ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് കറക്റ്റാക്കി ഇതുപോലെ വെച്ച് ആ ഒരു ഭാഗത്ത് പ്രസ്റ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ ഉള്ളിലേക്ക് ആ ഒരു ടോപ്പിൻ്റെ എഡ്ജ് കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കാണാം. ഈ ഒരു ഭാഗത്ത് കറക്റ്റാക്കി വെച്ച് ഒരു പിൻ ചെയ്ത് കൊടുക്കട്ടെ ആദ്യം. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിലൂടെ പ്രസ്റ്റിച്ച് കൊടുക്കുക. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കണ്ടല്ലേ, നമ്മുടെ വീനക്ക് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാട്ടോ ഈ ഒരു വീനക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീനക്ക് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു വീനക്ക് വന്നിട്ടുണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഓക്കെ, ബൈ ബൈ, സീ യു.